അതിങ്ങനെ അവിടെ കിടക്കേനു. അവിടെ ഒരു മരത്തിന്റെ തോട്ടിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ ഈ ജീപ്പിന്റെ സൗണ്ട് കേട്ടിട്ട് പതുക്കെ ഇങ്ങനെ എണീറ്റ് അങ്ങനെ പോണ ആ വീഡിയോ ആണ്. പിന്നെ നാട്ടുകാരെല്ലാരും ഇവിടെ പോയി. പക്ഷെ സംഭവം കണ്ടില്ല. അവിടെ കുറെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. പന്നിന്റെ ഉണ്ട്, പിന്നെ കാസ്റ്റ് ഉണ്ട് അവിടെ. അവിടെ കാൽപ്പാട് എല്ലാം ഉണ്ട് അവിടെ. ഇവിടെന്ന് സാറേ ഇവിടുന്ന പോന്ന് കാൽപ്പാടാണേ. സംഭവത്തെ നമ്മൾ കണ്ടിക്കണേ, നേരിട്ട് കണ്ടിക്കണേ. ഇവിടുത്തെ കണ്ട് കണ്ടോ പോണ നമസ്കാരം. ഞാനിന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കരുവാരക്കുണ്ട് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഇപ്പോൾ 2-3 ദിവസമായിട്ട് കരുവാരക്കുണ്ടാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. കരുവാരക്കുണ്ടിൽ ഒരു എസ്റ്റേറ്റിൽ, കേരള എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ എസ്റ്റേറ്റിൽ കടുവേനെ കണ്ട വീഡിയോയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വൈറലാണ്. ഏതായാലും ഞാനിപ്പോൾ കരുവാരക്കുണ്ട് പറയുന്ന കേരള എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് തന്നെയാണുള്ളത്. കേരള എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു എസ്റ്റേറ്റാണ്, സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റാണ്. അപ്പോൾ ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളാണ് കൂടുതൽ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഒരു എസ്റ്റേറ്റിൻ്റെ തുടക്ക ഭാഗത്താണ്. ഇവിടുന്ന് കുറേ അധികം ഉള്ളിലേക്ക് നടന്നു പോകാനായിട്ടുണ്ട്. നമ്മളേതായാലും ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം അവിടെ ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നത് അത്ര ബുദ്ധിയല്ല എന്നുള്ളതുകൊണ്ട് നമ്മളേതായാലും പക്ഷേ ഈ കടുവയെ നേരിട്ട് കണ്ട ആളുകളെയൊക്കെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ് അവിടെ ആക്ച്വലി നടന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാനായിട്ട് പോകണം. മാത്രമല്ല അവർ നേരിൽ പകർത്തിയ വിഷ്വൽസൊക്കെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അതും ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. ഏതായാലും നമുക്ക് ആദ്യം, അതായത് ഈ ഒരു നമ്മൾ വൈറലായ ആ ഒരു വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് ഈ കടുവയെ കണ്ട ഒരാളുണ്ടായിരുന്നു. അതായത് ഈ തോട്ടത്തിലെ തൊഴിലാളിയാണ്, ഇവിടുത്തെ ടാപ്പിംഗ് തൊഴിലാളിയാണ്. ആ ഒരു ചേട്ടൻ കണ്ടതിന് ശേഷമാണ് ഇത് നാട്ടുകാരെല്ലാവരും അറിയുന്നത്. അതിന് ശേഷമാണ് പിന്നീട് പോയ ആളുകളാണ് ആ ഒരു വണ്ടിക്കകത്തുനിന്ന്, ജീപ്പിൻ്റെ അകത്തുനിന്ന് ഈ ഒരു വിഷ്വൽ പകർത്തുന്നത്. ഏതായാലും ഞാൻ ആ ഒരു വിഷ്വലൊന്ന് ആദ്യം കണ്ട ആ ഒരു വിഷ്വലൊന്ന് കാണിച്ചു തരാം. बड़ा भाई वीडियो बना भाई। അപ്പോൾ നിങ്ങൾ കണ്ടോ, ഈ ഒരു വിഷ്വൽ പകർത്തിയ ആ ചേട്ടനെയാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ഷാജഹാൻ. ചേട്ടാ, ഇത് ശരിക്കും എന്നാണ് നിങ്ങൾ കണ്ടത്? അത് ഞങ്ങൾ ഡേറ്റ് ഇപ്പോൾ 2 ദിവസമായി. 2 ദിവസമായി. മിനിങ്ങാന്നാന്ന് തോന്നുന്നു. മിനിങ്ങാന്ന് എത്ര മണിയായപ്പോഴാണ്? ഒരു 10:59 ആയപ്പോൾ ഞാൻ പാലെടുത്ത് ഇറങ്ങിയിരുന്നു. ഇത് ശരിക്കും കേരള എസ്റ്റേറ്റ് അല്ലേ? കേരള എസ്റ്റേറ്റ് C1. ഒരു ബ്ലോക്ക് ആയിരിക്കും. ബ്ലോക്കാണ് ഇത്. 100-250 കടുവ ഉള്ള പ്രദേശം. അതിന്റെ അത് C1 അതിർത്തി വെച്ചാണ്. അതിർത്തിയിൽ കുനിയമ്മാട് ഇറങ്ങി. അതും ഫോറസ്റ്റ് ഒന്നും? ഫോറസ്റ്റ് അല്ല, ഒരു വ്യക്തിന്റെ സ്ഥലമാണ്. അത് മൊത്തം റബ്ബർ തോട്ടം തന്നെയല്ലേ? ഇതൊക്കെ അത് ഇപ്പൊ പുലി ഇന്ന് റബ്ബർ തോട്ടത്തിലായിരുന്നു. അത് ഫസ്റ്റ് ഞാൻ കണ്ടപ്പോ അത് വേറെ നെച്ചിക്കാട് എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ സ്ഥലത്ത് വെച്ചാണ്. രണ്ടാമത് കണ്ടത് C1 അതിർത്തി എന്നാണ്. 2 പ്രാവശ്യങ്ങൾ കണ്ടു. 2 പ്രാവശ്യം കണ്ടു. 2 പ്രാവശ്യം കണ്ടപ്പോൾ ഫോട്ടം കിട്ടിയത്. 2 പ്രാവശ്യം അതേ ദിവസം തന്നെയാണ്? 2 പ്രാവശ്യം അതെ. ഒന്ന് ഒരു 1 മണി
1.5 ആയിരക്കാണ് രണ്ടാം പ്രാവശ്യം ഞങ്ങൾ കണ്ടത്. അതായത് ആ വണ്ടിക്കകത്ത് പോകുമ്പോൾ കണ്ടത്. വണ്ടിക്കകത്ത് അത് അതിൻ്റെ നിങ്ങളും ഉണ്ടായിരുന്നല്ലേ? ഞാൻ ആ വണ്ടി ഡ്രൈവ് ചെയ്ത് നമ്മളെ വണ്ടിയിലാണ് എടുക്കണത്, ഫോട്ടോ എടുക്കണത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോൾ ഇത് കടുവ എങ്ങനെ മനസ്സിലായേ? കടുവ നമ്മൾ നേരിട്ട് കാണല്ലേ. ആണല്ലേ? അത്ര അടുത്ത് കണ്ടു? അത്ര അടുത്ത് കണ്ടു. ഏകദേശം എത്ര നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമായിട്ട് എത്ര? 10 മീറ്റർ അകലം വെച്ച് അത്ര അടുത്ത് കണ്ടല്ലേ? ഓഹോ. പക്ഷെ ആ വിഷ്വൽ അത്ര ക്ലിയർ ഇല്ലല്ലോ. അത് വിഷ്വൽ നമ്മൾ ഫോണ് ലോക്കലല്ലേ, അതുകൊണ്ടല്ലേ. അപ്പൊ കിട്ടിയത് ഐഫോണിൽ നിന്ന് ആയതുകൊണ്ടാണ് അത്രയും ക്ലിയർ. അത്രയും വണ്ടിയിൽ നിന്ന് എടുത്തിട്ടാണ് അത്ര ക്ലിയർ കിട്ടിയത്. അപ്പോൾ വണ്ടി നിന്ന് പോട്ടിരിക്കണം അതിനേക്കാളും ക്ലിയർ കിട്ടും. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? ഷാജഹാൻ. ഷാജഹാൻ പേര് ചോദിച്ചായിരുന്നല്ലേ? വിട്ടുപോയി. അപ്പോൾ ഇവിടെ ഈ നാട്ടുകാരൻ തന്നെയാണോ? ഈ നാട്ടുകാരൻ തന്നെ. ഞാൻ 12 വർഷമായി ഇവിടെ ജോലി ചെയ്യൽ തുടങ്ങി. ഇത് ശരിക്കും ആരെയാ ഈ തോട്ടം ആരെയാ? ചെറിയാൻ ഫിലിപ്പ് പറയും. ആണല്ലേ? പുറത്താണല്ലോ? പുറത്തല്ല, നമ്മളെ നാട്ടിൽ കേരളക്കാരനാണ്. ഇപ്പൊ താമസം ബാംഗ്ലൂർ ആണല്ലേ? ഓ, ഇപ്പൊ ഈ ഇതുപോലെ ഇങ്ങനെ ഈ എസ്റ്റേറ്റ് എത്ര ഏക്കർ ഉണ്ട്? ഇതൊരു 150-160 ഏക്കർ അത്ര ഉണ്ടല്ലേ? അപ്പോൾ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്തേ? ഞാൻ ആദ്യം 3 ആൾക്കാർ വണ്ടിന് പുറത്തുണ്ടായിരുന്നു. അവരോട് ഞാൻ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ഞാൻ വെല്ലം ഇറങ്ങി. അപ്പോൾ അത് നമ്മൾ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ കഴിയില്ലല്ലോ, നമ്മൾ പറക്കുമല്ലോ, പേടിച്ചു പോയി. പിന്നെ ഞാൻ മൊബൈൽ തപ്പി പിടിച്ചെടുത്ത്, സീറ്റിലേന്ന് മൊബൈൽ തപ്പി പിടിച്ചെടുത്ത് മൊബൈൽ ഓൺ ആക്കി വരെ അത് നോക്കി നിൽക്കുക. അങ്ങനെ നോക്കി നമ്മൾ കുറച്ചുകൂടി അടുത്തേക്ക് ചെന്ന് കുറച്ച് അടുത്ത് ചെന്നപ്പോൾ വെല്ല കയറിയാണ് പോയി. അങ്ങനെ ഞങ്ങൾ മാനേജറോട് പറഞ്ഞു, സൂപ്രണ്ടിനോട്, സാറോട് പറഞ്ഞപ്പോൾ സാറ് നേരെ പിന്നെ ഫോറസ്റ്റുകാർക്ക് വിളിച്ചു. ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് തിരിച്ചെത്തി. ഓല് വന്ന് പിന്നെ ഇവിടുന്ന് ഈ ചെറുക്കന്മാർ, ഈ യാസർ അങ്ങനത്തെ കുറേ ചെറുക്കന്മാരെയും കൂട്ടിയാണ്ട് മേലേക്ക് പോയി. ഞങ്ങൾ മേലേക്ക് പോയപ്പോൾ ഫസ്റ്റ് ഇന്നോട് കണ്ടോടുന്നൊക്കെ കാണിച്ചു കൊടുത്തു ഞാൻ. അപ്പോൾ സൂപ്പറിന് നമുക്ക് മേലേക്ക് കൂടിയും പോകാറുണ്ട്. അങ്ങനെ മേലേക്ക് പോയപ്പോൾ ഇവര് വണ്ടിയിൽ പിന്നെ മൊബൈൽ ഓണാക്കി പിടിച്ചിരുന്നു. അങ്ങനെ പൊടിച്ച് പോയപ്പോഴാണ് മുന്നിൽ നിന്ന് കണ്ടത്. അത് ഏകദേശം ആ സ്ഥലത്ത് തന്നെയാണ്. അതിൻ്റെ കുറച്ചൊരു 100-200 മീറ്റർ മാറിയിട്ടില്ല. അത് ആ പ്രദേശത്ത് തന്നെ? ആ പ്രദേശത്ത് തന്നെ. അപ്പോൾ ഇത് ഇവിടെ ഈ ഭാഗത്ത് എങ്ങനെ ആൾക്കാരുടെ മൃഗങ്ങൾ എന്തെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? ഇവിടെ മൃഗങ്ങൾ പോയിട്ടില്ല. അവിടെ പന്നീൻ്റെ തല ഉണ്ടായിരുന്നു അന്ന്. കാട്ടുപന്നിനെ പിടിച്ചിട്ടുണ്ട്. ഓഹോ. അപ്പോൾ അത് അന്ന് തന്നെയാണ് കണ്ടത് നിങ്ങൾ? അന്ന് തന്നെ കണ്ടത്. അന്ന് തന്നെയാണ് അല്ലേ? പിന്നെ ഇവിടെ എത്ര തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്? ഇവിടെ മൊത്തം ടാപ്പിങ്ങാരൊരു 9 പേര്. 9 പേരാ ടാപ്പിങ് അല്ലേ? മൊത്തം മലയാളികൾ തന്നെയാ? അല്ല, ഹിന്ദിക്കാരുണ്ടല്ലേ? ഞാൻ ആ പാറമ്മേണ് ഒരു 9 പേര് പാത്രം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി ഇരിക്കുക. അവിടെ പോയി ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്താണ് ഇപ്പൊ ലാസ്റ്റ് കണ്ടത്. അതിന് 9 പാത്രം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി വിശ്രമിക്കുള്ളൂ. അത് നല്ലൊരു ഇത് കളക്ട് ചെയ്യാനുള്ള. അപ്പൊ ഇനിയിപ്പോ ഇതിങ്ങനെ കണ്ട സ്ഥിതിക്ക് ഇനിയിപ്പോ എങ്ങനെയാ നിങ്ങള് ജീവിക്കണ്ടേ? അതെ. എന്താ അത് കൂട് വെച്ച് പിടിക്കുമെന്ന് പിടിക്കാന്നൊക്കെ ഫോറസ്റ്റ് ഓഫീസർമാർ പറയുന്നുണ്ടല്ലേ. പിന്നെ ഒരു ഇന്നലെ അന്ന് രാത്രി ഫുള്ള് അവിടെ കാവൽ നിൽക്കണം. ഓഹോ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഈ ഒരു വിഷ്വൽ രണ്ടാമത് പകർത്തി, അതായത് നമുക്ക് ഏറ്റവും ക്ലാരിറ്റിയിൽ ആ വീഡിയോ കിട്ടിയ പകർത്തിയ ആളുകളും ഇവിടെ തന്നെയുണ്ട്. നമുക്ക് അവരെയും കൂടെ ഒന്ന് കാണാം. ഇതാണ് ഈ ഒരു എസ്റ്റേറ്റിൻ്റെ പാർട്ടാണ്. ഇതേ കുറേ മുകളിലായിട്ടല്ല. അപ്പോൾ ഈ ഒരു ടീമാണ്, ഇവരാണ് കടുവേനെ നേരിട്ട് കണ്ടത് കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യം ആ വിഷ്വൽ നേരിട്ട് പകർത്തിയ ആളുകളാണ് ഇവർ. നിങ്ങളെപ്പോഴാണ് രണ്ടാമത് എത്ര മണിയായപ്പോഴാണ് നിങ്ങൾ പോയേ? 1 മണി 1:30 അല്ലേ? ആദ്യം ആരാ വിളിച്ചു പറഞ്ഞേ നിങ്ങളോട് ഈ സംഭവം കണ്ടു എന്നുള്ള കാര്യം? കണ്ടുന്നില്ലേ, പിന്നെ ഷാജഹാനാണ് ഇവനോട് പറഞ്ഞത്. പിന്നെ ഇവനും ഞാനും അവിടെ സൂപ്രണ്ടിൻ്റെ അടുത്ത് പോയി. അപ്പോൾ സൂപ്രണ്ട് പറഞ്ഞു ഫോറസ്റ്റിന് വിളിച്ചിട്ടുണ്ട്, അവർ ഒരു ഉച്ചയാകുമ്പോഴത്തേന് വരുന്നതാണ്. അങ്ങനെ ഉച്ചക്ക് വന്നിട്ട് പിന്നെ ഞങ്ങൾ 2 വണ്ടിയിൽ അവൻ്റെ വണ്ടി ഉണ്ട് അവിടെ. ആ വണ്ടി പിന്നെ വേറൊരു ജീപ്പ്, അതിൽ അങ്ങനെ പോയതാണ്. ഞങ്ങൾ വെറുതെ പോയതാണ്. ഒന്നിൽ ഫോറസ്റ്റുകാർ. ഞങ്ങൾ ഇത് കാണുന്നില്ലൊരു പ്രതീക്ഷയല്ലോ, വെറുതെ ഒരു പോക്ക് പോയതാണ്. പേരിൽ പോയതല്ലേ? പേരെങ്ങനെയാണ്? എൻ്റെ പേര് യാസർ. അപ്പോൾ കണ്ടിട്ട് ഇത് നിങ്ങൾ അപ്പോൾ അവിടെ ചെന്നപാടെ ഇത് കണ്ടില്ലേ? ചെന്നപാടെ കണ്ടില്ല. ഫസ്റ്റ് ഞങ്ങള് ഇയാൾ കണ്ട സ്ഥലത്ത് പോയി വണ്ടി നിർത്തി. അവിടെ ഫുള്ള് ഫോറസ്റ്റുകാർ തപ്പി തെരഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു പ്രൂഫ് ഒന്നും കിട്ടിയില്ല. പിന്നെ അതിന്റെ ടോപ്പിക്ക് പോയി. ടോപ്പിക്ക് ഇങ്ങനെ വണ്ടി കയറി ചെല്ലുക. അപ്പൊ ഞാൻ ഇവനും ഓണാക്കിന് വീഡിയോ. ആ ഓണാക്കലിനാണ് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ആള് എണീറ്റ് ഇങ്ങനെ പോണ ആ വീഡിയോ ആണ് ആ കാണുന്നത്. അത് ഓടുകയായിരുന്നല്ലേ? അതിങ്ങനെ അവിടെ കിടക്കേനു. അവിടെ ഒരു മരത്തിന്റെ തൊട്ടിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ ഈ ജീപ്പിന്റെ സൗണ്ട് ഇട്ടിട്ട് പതുക്കെ ഇങ്ങനെ എണീറ്റ് അങ്ങനെ പോണ ആ വീഡിയോ ആണ്. പിന്നെ അത് ആ താഴെ ഇടക്കാട് ഉണ്ടായിക്കാണ് പോയതാ. പിന്നെ കണ്ടിട്ടില്ല.
പിന്നെ ഉച്ചക്ക് ഒരു 4:30 പിന്നെ DF ഒക്കെ വന്നിട്ട് പിന്നെ ഒരു 5 വണ്ടി പിന്നെ നാട്ടുകാരെല്ലാവരും ഇവിടെ പോയി. പക്ഷെ സംഭവം കണ്ടില്ല. അവിടെ കുറെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. പന്നിന്റെ ഉണ്ട്, പിന്നെ കാസ്റ്റ് ഉണ്ട് അവിടെ കാൽപ്പാട് എല്ലാം ഉണ്ട് അവിടെ. അവിടേക്ക് പോകാൻ പറ്റില്ല. ഫോറസ്റ്റിന്റെ ഏരിയയാണ് ഇപ്പോൾ. അവിടെ ഫോറസ്റ്റിന്റെ ഏരിയ ഫോറസ്റ്റിന്റെ ഏരിയ അല്ല, ഇപ്പൊ അവരാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. നൈറ്റൊക്കെ വന്ന് പോകുന്നുണ്ട്. ആണല്ലേ? നൈറ്റിൽ പെട്രോളിങ് കാര്യങ്ങളൊക്കെ. ഈ നാട്ടിൽ ഇങ്ങനെ ഇവിടെ അടുത്ത് ഫോറസ്റ്റ് എവിടെയുള്ള? ഫോറസ്റ്റ് ഒരു 10 കിലോമീറ്റർ പോകണ്ടേ? ആർത്തല 10 കിലോമീറ്റർ അല്ലേ? നമ്മളവിടുന്ന് 2.5-3 കിലോമീറ്റർ ഉള്ളൂ ആർത്തലേക്ക്. അവിടെ ആനൊക്കെ ഇറങ്ങണേ. ഇപ്പൊ ഒരു മാസം മുന്നേ. എത്ര ദൂരം ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. അടുത്ത് ഫോറസ്റ്റ് ഉണ്ട് അല്ലേ? ഫോറസ്റ്റ് ഉണ്ട്. ഇത് സൈലന്റ് വാലിയാണ്. ഓ, പാലക്കാട് അതിന്റെ സൈഡായത്. ഇത് ശരിക്കും ഇതിലെ റോഡ് വെട്ടാണെങ്കിൽ 30 കിലോമീറ്റർ ഉള്ളൂ ഊട്ടിക്ക്. ഓഹോ, അങ്ങനെ അല്ലേ? അതെ, നടന്നു പോയ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ പഴയ കാലത്ത് ഊട്ടിക്ക്. അതായത് കിന്നക്കോരയല്ലേ, അതിന്റെ ബാക്ക് സൈഡ് എത്തും. അങ്ങോട്ട് കിലോമീറ്റർ നടന്നാല് സൈലന്റ് വാലി മുക്കാലി എത്തും. അത്ര എത്തും അല്ലേ? ഓ, അങ്ങനത്തെ ഒരു സ്ഥലം അല്ലേ? അങ്ങനത്തെ സ്ഥലമാണ് ഇത്. ശരിക്കും ഏത് പഞ്ചായത്തിന്റെ? കരുവാരക്കുണ്ട് തന്നെയല്ലേ പഞ്ചായത്ത്? കേരള സ്റ്റേറ്റ് വില്ലേജ്. അപ്പോൾ എന്താ ഫോറസ്റ്റുകാർ വന്നിട്ട് എന്താ പറഞ്ഞ? അവര് കൂട് വെക്കാന്ന് അങ്ങനെ വല്ലതും? കൂട് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കൂളിലൊക്കെ ഭയങ്കര ഭീഷണിയാണ്. സ്കൂൾ ഇവിടെ തന്നെയാണ്. സ്കൂളുണ്ട് ഇവിടെ ഇതിന്റെ മുകളിലാണ് ആ സാധനം കിടക്കുന്നത്. അപ്പൊ എത്രയാണ് ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് നോക്കിയാൽ വരണമെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താം. 2 മിനിറ്റ് കൊണ്ട് എത്താം. നമ്മള് 15 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് കയറി പോകും. അതിന് 2 മിനിറ്റ് മതി. അതിന് 2 മിനിറ്റ് അറിയാം. ഇതിന് മുന്നേ ഇങ്ങനെ കടുവേനെ ഈ ഭാഗത്ത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ കടുവയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും? കടുവേനെ കണ്ടിട്ടുണ്ട്. ഇപ്പം കാടെട്ടാൻ പോണ എവിടെയാണ് കണ്ടത്? കൽക്കുണ്ട് പറഞ്ഞ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അത് ഇവിടെ എത്ര ദൂരമുണ്ട്? 6 കിലോമീറ്റർ കണ്ടോ? 6 കിലോമീറ്റർ അല്ലേ? പിന്നെ പുലി അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലേ? പുലിയുണ്ട്. എസ്റ്റേറ്റിൽ സുൽത്താൻ എസ്റ്റേറ്റിൽ പുലിയുണ്ട്. അവിടെ അന്ന് വാർത്തയിലൊക്കെ വന്നതാണ്. പിന്നെ കാട്ടുപോത്ത്, അങ്ങനെ വന്യമൃഗങ്ങളുള്ള ഏരിയ തന്നെയാണ്. ആണല്ലേ? ഇപ്പൊ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ഇപ്പൊ നിങ്ങളുടെ വീട് ഇവിടെ അടുത്തൊക്കെ വീടുകളുള്ളല്ലേ? അതെ അതെ. അപ്പൊ ഈ വീടുകളൊക്കെ ഉള്ളവർക്കൊക്കെ പേടിയാവും. വീടുകളുണ്ട്, ഇവിടെ സ്കൂളുണ്ട്. ഇതിന്റെ അങ്ങേ ഭാഗത്ത് പള്ളി, മദ്രസ്, കോളേജ് അതൊക്കെ ഉള്ള ഏരിയ ആണ്. അതൊക്കെ ഒരു 200 മീറ്ററിന്റെ അടുത്തല്ലേ വരിക? ഇത് അല്ലേ? അതൊക്കെ അവിടെ കയറിയാ കാണാം. ഒക്കെ 200 മീറ്റർ. നജാത്തിന്റെ കോളേജ് ഒക്കെ അടുത്തടുത്തായിട്ട് വരുന്നു. കൂട് വെക്കാന്ന് അവര് പറഞ്ഞോ? ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞു 2 കൂട് വെക്കാല പദ്ധതി ഉണ്ട് പറഞ്ഞു. ഇനിയിപ്പോ വെച്ചിക്കണോന്നും അറിയില്ല. ഒന്നും ഔട്ട് ചെയ്തിട്ടില്ല. രാത്രി അങ്ങോട്ട് പോകലുണ്ട്. പിന്നെ ഫോറസ്റ്റുകാർ ഈ ഒരു ടീമാണ് ആ ഒരു വിഷ്വൽ പകർത്തിയത് കേട്ടോ. ഇനി നമുക്ക് അവർ പകർത്തിയ ആ ഒരു വിഷ്വൽ ഇവിടെ നമുക്ക് കിട്ടിയാണ്. അവർ നമുക്ക് തന്നിട്ടുണ്ട് ആ ഒരു വിഷ്വൽ. അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട അവിടെ കണ്ട വിഷ്വൽ, കടുവയുടെ കാൽപ്പാടുകൾ, അതുപോലെ തന്നെ പന്നീനെ പിടിച്ചിട്ടിരിക്കുന്നത്, അതേപോലെ തന്നെ കടുവ നടന്നു പോകുന്ന വിഷ്വൽ അവർ വണ്ടിക്കകത്ത് പോകുമ്പോൾ, അതുപോലെ തന്നെ ഫോറസ്റ്റുകാർ അവിടെ തിരയുന്നതിൻ്റെ സെർച്ചിങ്ങിൻ്റെ ഒക്കെ വിഷ്വലുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ പ്ലേ ചെയ്ത് തരാം. നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാനായിട്ട് ഇപ്പോൾ പറ്റിയല്ല, പക്ഷേ നമുക്ക് അതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനത് ഇവിടെ പ്ലേ ചെയ്ത് തരാം. വണ്ടി കയറുന്ന ആളുവാണല്ലോ. വണ്ടി റോട്ടിലാണ്. ഹലോ ഗ്യാസ്. അങ്ങനെ പുലിനെ പിടിക്കാൻ ഇതാ ഫോറസ്റ്റുകാരൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുന്ന കേട്ടി. പക്ഷെ ഇപ്പോഴും കറക്റ്റ് കിട്ടിയ ഒഴിഞ്ഞ് വന്ന് നോമ്പ് തുറക്കാനുള്ള സ്ഥലം കാണും. അതിന്റെ കടുവ ഇൻസ്റ്റാഗ്രാമിന്റെ ടീംസ് തന്നെ അതാ ആർത്തലല്ലേ മുകളില്. അത്രയിട്ടില്ല. ബംഗ്ലാവ് മടിയ ബംഗ്ലാവ് ഇവിടെ തന്നെ അല്ലേ? ആകെ ബംഗ്ലാവാണ്. അതെല്ലാം അങ്ങേമാരിത്തെ ഇതെന്താ വീഡിയോ ഓണാക്കിക്കണേ. അഥവാ മുന്നിലേക്ക് കയറുകയാണെങ്കിൽ തെളിവാണ്. സെന്റർ ആയിട്ടുള്ളത് ഇവിടെ ഇരുളും കൂരി കണ്ടമാനം കിട്ടും.
അത് പോർക്കി പോവാൻ മോൾ ഭാഗം മോനെ ഇവിടെ എന്തൊക്കെ കാട്ടിക്കട്ടോ വണ്ടിന്റെ സൗണ്ടാണ് പിന്നെ എല്ലാ സൗണ്ടാണ് വരുന്നത് ഒരു ചവിട്ടാൻ പറയാം ഇവിടെ നോക്കണോ? അല്ല നമ്മൾ അങ്ങോട്ടല്ലേ പോണ് ഇവിടെ ഇറങ്ങണോ? അല്ല അങ്ങോട്ട് കയറാം നേരെ കയറാണ് അതിന് വരാ ഇതിലൊക്കെ വരാ തന്നെ അവിടെ എത്തി ഷോർട്ടാണ് എന്താ പറയാ വണ്ടി കയറാൻ വേണ്ടി ചക്കരായി ടോപ്പത്തി പിക്കടിച്ചിട്ട് പോവാ സ്ഥിരം വരുന്നില്ലേ ഓന് ഈ പടം ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല സാധനം കണ്ടു സാധനം കണ്ടു ഇതാണ് ഏരിയ സാധനം കണ്ടു കണ്ടു കിട്ടി വീഡിയോ കിട്ടി സാധനം കണ്ടു കിട്ടി വീഡിയോ കിട്ടി സാധനം കണ്ടു കിട്ടി വീഡിയോ കിട്ടി ഉണ്ടല്ലേ നമ്മൾ അടുത്ത് പോലെ മക്കളെ കടുവ അപ്പിട്ടതാണത്. നല്ല ചൂടുള്ള അപ്പിയാണ്. ഇവിടെ കറക്കിയെന്ന് ഇത് ടണലത്ത് ഇറക്കിയെന്നാണ്. ഇതാണ് കാൽപ്പാട് കേട്ടോ. നേരെ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഈ ഇതിന്റെ അല്ലേ ഇത് ഇങ്ങോട്ട് അതിന്റെ ഫ്രണ്ടില് അവനെ നിക്കണേല് അവിടുക്ക് ഇവിടെയെന്നു സാറേ ഇവിടുന്ന് പോന്ന് കാൽപ്പാടാണേ. സംഭവത്തെ നമ്മൾ നേരിട്ട് കണ്ടിക്കണേ. ഇല്ല ഇതില് അങ്ങോട്ട് പോയിക്കണ അറിയില്ല. ഇങ്ങോട്ടൊക്കെ ഇറങ്ങിക്കാം സാറേ. ഇവിടുത്തെ കണ്ടോ പോണ കണ്ടല്ലോ. ഇതാണ് അവിടെ അന്ന് നടന്ന സംഭവങ്ങളും ആ ഒരു കാര്യങ്ങളൊക്കെ. അതാണ് ആ പകർത്തിയ ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ചു. ആ വിഷ്വൽ പകർത്തിയ ആളുകളെയൊക്കെ നമ്മൾ കണ്ടു. അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടോ. ഇതേപോലെ നമുക്കിവിടെ കാണാം തൊഴിലാളികൾ. ഇതൊക്കെ ഈ ഒരു റബ്ബർ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകളാണ്. ഇവിടെയൊക്കെ കറണ്ട് കമ്പി കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ കറണ്ട് കമ്പി ഇതിലൊക്കെ പകലും കറണ്ട് കൊടുക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ നമുക്കറിയാനായിട്ട് പറ്റിയത്. കാരണം കാട്ടുപന്നി ശല്യം ഉള്ളതുകൊണ്ട് പകലും കറണ്ട് കൊടുക്കുന്നുണ്ടെന്നാണ് അവർ നമ്മളെടുത്ത് പറഞ്ഞത്. ഈ ഒരു വണ്ടിക്കകത്ത് പോകുന്ന സമയത്താണ് ആ ഒരു വിഷ്വൽ അവർ പകർത്തിയത്. ഈ ഒരു വണ്ടി നമുക്ക് ആ ഒരു വിഷ്വലിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വണ്ടിക്കകത്താണ് ഇവരുടെ ഈ തോട്ടത്തിൻ്റെ തന്നെ വണ്ടിയാണ്. അപ്പോൾ അവരാണ് ആ ഒരു വിഷ്വൽ പകർത്തിയത്. ഏതായാലും നമ്മളിതിൻ്റെ ഒരു വശത്താണുള്ളത്. ഇത് അങ്ങനെ മുകളിലേക്ക് കുറേ ദൂരമുണ്ട്. ഞാൻ എൻ്റെ മാപ്പിൻ്റെ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. എത്രത്തോളം ഈ ഒരു പ്രദേശം ഉണ്ടെന്നുള്ളത്. മുഴുവൻ റബ്ബർ തോട്ടമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അതുമാത്രമല്ല ഈ കരുവാരക്കുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് നമ്മൾ ഓർമ്മ വരുന്ന ജെറിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ കടുവേനെ കണ്ടു എന്നുള്ള രീതിയിൽ ഒരു വിഷ്വൽ പ്രചരിപ്പിക്കുകയും അത് ഭയങ്കര വൈറലാവുകയും എല്ലാ മീഡിയാസിലും അത് വാർത്തയായിട്ട് വരികയൊക്കെ ചെയ്തു. കടുവയുടെ നല്ല ക്ലിയർ ആയിട്ടുള്ള വിഷ്വലായിരുന്നു. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് അന്വേഷണത്തിലൊക്കെ തെളിഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളി
ജെറിൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ മറ്റെവിടുന്നോ യൂട്യൂബിൽ നിന്ന് എവിടുന്നോ മറ്റാരോ ആരോ പകർത്തിയ വയനാട്ടിൽ നിന്ന് എവിടുന്നോ പകർത്തിയ ഒരു വിഷ്വൽ എടുത്തിട്ട് ഈ ഭാഗത്തുനിന്ന് കിട്ടിയതാണെന്നുള്ള രീതിയിൽ പുള്ളി പ്രചരിപ്പിക്കുകയായിരുന്നു. പുള്ളി കുറേ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഏതായാലും വനംവകുപ്പ് ജെറിനെതിരെ പരാതി പോലീസിൽ കൊടുക്കുകയും പോലീസ് ജെറിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ റിമാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും തെറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വാർത്ത നമുക്ക് കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെയാണ് പലരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് കരുവാരക്കുണ്ടിൻ്റെ വാർത്ത കൊടുക്കാത്തതെന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ നേരിട്ട് ഈ ഒരു പ്രദേശത്ത് വന്നത്. നമ്മൾ ഇച്ചിരി ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ട്. 150 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയത്. നിങ്ങൾക്കറിയാം വയനാട്ടിൽ നിന്ന് ഞാനിങ്ങോട്ട് ഒരു 150 കിലോമീറ്റർ എങ്കിലും യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെത്തി നേരിട്ട് ഇതിനെക്കുറിച്ചൊരു ഇതറിയണം, അതെടുത്ത് ആളുകളെ നേരിട്ട് കാണണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച. ഏതായാലും ആ ഒരു പയ്യൻ്റെ പേരിലാണ് ഈ ഒരു വിഷയം ഇവിടെ എല്ലാവരും അറിയാൻ തുടങ്ങിയത് എന്ന് വെച്ചാലും ഇപ്പോൾ കടുവയെ നേരിട്ട് കണ്ട് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും അവൻ ആദ്യം പ്രചരിപ്പിച്ചത് നുണയാണെങ്കിൽ പോലും അവൻ പറഞ്ഞ കാര്യം ഏകദേശം സത്യം തന്നെയാണ്. ഇവിടെ കടുവയുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. പക്ഷേ തെറ്റായ വീഡിയോ വെച്ച് പ്രചരിപ്പിച്ചത് ഒരിക്കലും ശരിയായിട്ടുള്ള ഏർപ്പാടുമല്ല. അപ്പോൾ അങ്ങനെ ഏതായാലും ഇങ്ങനെ ഒരു പ്രദേശത്ത് ഇങ്ങനെ കടുവാ സാന്നിധ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഇതെല്ലാം തികഞ്ഞ ജനവാസ മേഖലയും ആളുകളൊക്കെ തിങ്ങി പാർക്കുന്ന പ്രദേശങ്ങളാണ്. ഇത് പ്ലാന്റേഷനാണ്. പ്ലാന്റേഷൻ്റെ അപ്പുറവും ഇപ്പുറവും എല്ലാ വശത്തും ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. പ്ലാന്റേഷൻ ഇങ്ങനെ ഒരു 150 ഏക്കർ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലായിടത്തും ആളുകൾ താമസിക്കുന്ന വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പുറത്ത് അവർ പറഞ്ഞ പോലെ തന്നെ സ്കൂളും മദ്രസയും ഒക്കെ ഉള്ളതാണ്. ഇത്തരം ഒരു കടുവ വന്നത് സത്യം പറഞ്ഞാൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണെന്നാണ് അവരെല്ലാവരും നമ്മുടെ അടുത്ത് സംസാരിച്ചത്. ഏതായാലും ഇപ്പോൾ അവർ വീഡിയോ എടുത്തുകൊണ്ട് നമുക്കിതിനെ നേരിട്ടുള്ളൊരു തെളിവ് കിട്ടി. അല്ലെങ്കിൽ ഒരിക്കലും ഇത് ഉണ്ടെന്ന് പറഞ്ഞാലും ആരും അംഗീകരിക്കാനൊട്ടും പോകുന്നുമില്ല. പിന്നെ കുറേ കാലമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ഉണ്ടെന്ന് സമ്മതിക്കുന്നത് തന്നെ. അപ്പോൾ ഏതായാലും ഇത്രയും പെട്ടെന്ന് ഒരു വീഡിയോ കിട്ടിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു വിഷയം ആളുകൾക്ക് അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മൾ ഇത്തരം സംഭവങ്ങൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പാനിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ പകർത്താൻ നോക്കുന്നതും നല്ലത് തന്നെയാണ്. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ വിശ്വസിക്കണമെങ്കിൽ അതേ മാർഗമുള്ളൂ. അത് ജെന്യുവൻ ആയിരിക്കണം എന്ന് മാത്രം. ഏതായാലും ഇത്രയൊക്കെയാണ് കരുവാരക്കുണ്ടിൽ നിന്ന് നമ്മളിന്ന് കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളേതായാലും ഈ പ്രദേശത്ത് വന്നു, ഈ പ്രദേശം കണ്ടു, അത് നേരിട്ട് കണ്ട ആളുകളോട് സംസാരിച്ചു, എല്ലാം കണ്ടു. ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഇനി വരും ദിവസങ്ങളിൽ കടുവേനെ പിടിക്കാനായിട്ട് കൂട് വെക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.